നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വണ്ടി വേഗം വിടറാ. എന്തെങ്കിലും പറ്റിയോ മോനെ? ഇല്ലമ്മേ, ചെറുതായിട്ടൊന്ന് പോറിയതേ ഉള്ളൂ. ആ ആന്റി അവരെ പിടിച്ചോണ്ട് പോയി. അവരെവിടെയുള്ളതാ, ആരാണെന്നൊക്കെ അറിയാമോ ആർക്കെങ്കിലും? ശാരദ അമ്മയെന്ന അമ്മ പേര്. മാഡം എന്താ ചെയ്യാൻ പോന്നെ? പോലീസിനെ വിവരം അറിയിക്കണ്ടേ? അതിനൊപ്പം ആൾ ആരാണെന്ന് അറിയണം. ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കണം. ആളെ കണ്ടുപിടിക്കാൻ അതാവും എളുപ്പം. അതിന് ലാസ്റ്റ് ഡയൽ ചെയ്ത കോളൊന്ന് വിളിച്ചു നോക്കാം. ഒരു ശാലിനിയാ വിളിച്ചിരിക്കുന്നെ. ഹലോ അമ്മേ, ശാരദാമ്മയുടെ മോളാണോ? അതെ. ആരാ ഇത്? ഞാൻ വെള്ളാറിലുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാ വിളിക്കുന്നേ. അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയ്ക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ശാലിനി പരിഭ്രമിക്കോ വെറുതെ ബഹളം വെക്കോ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന കാര്യങ്ങള് സമചിത്തതയോടെ കേൾക്കണം. അങ്ങനെ ഈ സാഹചര്യത്തെ മറികടക്കാൻ പറ്റൂ. എന്താന്ന് പറയേ. എന്റെ പേര് അഞ്ജലി. മോനോടൊപ്പം സൂപ്പർ മാർക്കറ്റിൽ വന്നതാ ഞാൻ. ശാലിനി, ശാലിനി, ശാലിനിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ പതറി നിൽക്കാനുള്ള സമയമല്ല ഇത്. സകല ബുദ്ധിയും ബോധവും ഉപയോഗിച്ച് പ്രവർത്തിക്കണം. എങ്കിലേ നമുക്ക് ശാരദാമ്മയെ രക്ഷിക്കാനാവൂ. അഞ്ജലി, അമ്മ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് ശാലിനി. പോലീസിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് ശാലിനി. ഇതിനിടെ നിങ്ങൾ നിങ്ങളുടേതായ വഴിയിൽ അന്വേഷിക്കാൻ. അപ്പൊ ഞാൻ കട്ട് ചെയ്യണേ. ശരി. മോനെ കുറച്ചു നേരത്തേക്ക് ഒന്ന് നോക്കിയേക്കോ. ഞാൻ സീതമ്മയെ വിളിച്ചു പറയാം. ഇവനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ. ശരി മാഡം. അമ്മേ, അമ്മ ഇങ്ങോട്ട് പോവാ. അക്രമവും അധർമ്മവും ഈ ഭൂമിയിൽ അഴിഞ്ഞാടാൻ പാടില്ല അച്ചൂട്ടാ. അപരിചിതരാണെങ്കിലും ദുർബലർക്ക് നേരെ ഉയരുന്ന രാക്ഷസകരങ്ങൾ അപ്പോഴേ തകർക്കണം. അത് കഴിഞ്ഞേ മോന്റെ അമ്മയ്ക്ക് വിശ്രമമുള്ളൂ. ആദ്യം പോലീസിനെ തന്നെ സമീപിച്ചു നോക്കാം. നീതി നടപ്പാക്കി തരേണ്ടവരാണല്ലോ പോലീസ്. മോർണിംഗ് വാ. ജനങ്ങൾക്ക് നീതിയും സമാധാനവും ഒക്കെ പുഴുങ്ങിക്കൊടുക്കാനാ ഞങ്ങളിവിടെ ഇരിക്കുന്നതെന്നാ പലരുടെയും വിചാരം. കാക്കിയിട്ട ഞങ്ങളിൽ ചിലരെങ്കിലും അങ്ങനെ അല്ല മേഘനാഥൻ സാറേ. അങ്ങനെ അങ്ങ് പുഴുങ്ങിക്കൊടുത്ത ഞങ്ങളുടെ വീട്ടിലും അടുപ്പ് കത്തണ്ടേ? ഇതുപോലെ തലയിൽ മുള്ളയില്ലാത്ത ചില മണ്ടന്മാരും ഉണ്ട് കേട്ടോ. അവന്മാരുടെയൊക്കെ കാര്യം കട്ടപ്പോയെന്നേ ഞാൻ പറയും. സാറ് ധൈര്യമായിട്ട് പറഞ്ഞോ, എന്നെ വിശ്വസിക്കാമെന്നേ. അത് ഞാൻ സാറിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. തൃപ്പങ്കോട്ട് വാസുദേവനെ തുഴ കൊണ്ട് തലക്കടിച്ച് പുഴയിൽ മുക്കി കൊന്നിട്ടും ഒരു പട്ടിക്കുഞ്ഞു പോലും സംശയമായിട്ട് വന്നില്ലല്ലോ സാറിന്റെ പിന്നാലെ. അതാ സാറ് ബുദ്ധിയുള്ള പോലീസുകാർ കൂടെയുണ്ടേലുള്ള ഗുണം. വെറും ബുദ്ധിയല്ല സാറേ വേണ്ടത്, ക്രിമിനൽ ബുദ്ധി.
തൃപ്പങ്കോട്ട് വാസുദേവന്റേത് ഒരു സ്വാഭാവിക മരണമാണെന്ന് റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു. ആശങ്ക വേണ്ട. ഇതിപ്പോ ദേശം രാജ്യം ഉടയോൺ തമ്പുരാൻ എന്നൊക്കെ പറയുമെങ്കിലും നീതി നിയമമൊക്കെ ആവുമ്പോ ഞങ്ങള് പോലീസുകാരുടെ കയ്യിലേക്ക് വരും കാര്യങ്ങള്. അവിടുത്തെ കാര്യങ്ങള് ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം. നിങ്ങളും വേണ്ട രീതിയിൽ ചെയ്താൽ മതി. സാറിന് ഇപ്പൊ എന്ത് സഹായമാ വേണ്ടതെന്ന് പറ. ഈ മുകുന്ദൻ ഉണ്ണി റെഡി. ഞാൻ പറഞ്ഞില്ലേ ആ കോടതിയിലെ കേസിന്റെ കാര്യം, അതാകെ തലവേദനയായി കിടക്കുക. അക്കാര്യത്തിൽ താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇങ്ങോട്ട് വാ സാറേ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇയാളിപ്പോ ഫ്രീ ആണോ? സാറിന് വേണ്ടി എനിക്കെപ്പോഴാ ഫ്രീ ആകാൻ പറ്റാത്തത്? എങ്കിൽ ഞാൻ വരാൻ മുകുന്ദനുണ്ണി. അയ്യോ കട്ടായിക്കളല്ലേ സാറേ. എന്താ മുകുന്ദനുണ്ണി? സാറേ, തൃപ്പങ്കോട്ട് വാസുദേവന് എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്തുക്കൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴത് കയ്യിൽ തീർപ്പായി കിട്ടിക്കഴിയുമ്പോ നമ്മളെ മറന്നുകളയല്ലേ? എടോ, അതിലൊക്കെ അണാ പൈസ കുറവ് വരാതെ പ്രതീക്ഷിക്കുന്നതിൽ മുകളിൽ തരുമെന്ന് തനിക്കറിയില്ലേ? പിന്നെ ആ ഒരുമാതിരി പോലീസുകാരുടെ ചൊറിഞ്ഞ സ്വഭാവം മേഘനാഥനടുത്ത് കാണിക്കരുത്. ഓ ശരി സാർ. എന്താ സാറേ മുഖത്തൊരു ഉല്ലാസപ്പൂത്തിരി? കാരണമുണ്ടോ. ഈ മുകുന്ദൻ ഉണിക്ക് ഇനി സർക്കാർ സർവീസിൽ കിടന്ന് ചെരുപ്പ് നക്കേണ്ട കാര്യമില്ല. കോടികളുടെ ഒരു ലോട്ടറി അടിക്കാൻ പോകുന്നു, ഒരു ബമ്പർ. അതേത് ബമ്പറാ സാറേ? വിഷു ബമ്പറാണോ? വിഷു ഓണോന്നും അല്ലടോ, രാധ എന്ന ആ ബമ്പറിന്റെ പേര്. രാധയോ? അങ്ങനൊരു ബമ്പറിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ സാറേ. ഇതൊരു മനുഷ്യ സ്ത്രീയാണോ? എവിടെയുണ്ട് സാറേ അവള്? തേടി കണ്ടുപിടിക്കണം. അതാ ഒരു പണി. അവൾ ഇങ്ങോട്ട് തന്നെ വരും, ഈ മുകുന്ദൻ ഉണ്ണിയുടെ കയ്യിലേക്ക്. അതാടോ എന്റെ ജാതകയോഗം. ശാലിനിയാണല്ലോ. ശാലിനി. വിഷ്ണുട്ടാ, എടോ താനിങ്ങനെ വിഷമിക്കാതെ. ശാരദാമയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.